2025 PS ചോദിച്ച 10 മലയാളം ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. സോമൻ, വിധു, ഇന്ദു ഇവ ഏതിന്റെ പര്യായ പദങ്ങളാണ്? സോമൻ, വിധു, ഇന്ദു എന്നിവ ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ്. സോമൻ, വിധു, ഇന്ദു, നിശാപതി, പനിമതി എന്നിവ ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ്. ഇന്ദു, വിധു, സോമൻ, നിശാപതി, പനിമതി എന്നിവ ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ്. ചന്ദ്രികയുടെ പര്യായ പദങ്ങളാണ് ചന്ദ്രകിരണം, ചന്ദ്രരശ്മി, നിലാവ്, വെണ്ണിലാവ്. ചന്ദ്രികയുടെ പര്യായ പദങ്ങൾ ചന്ദ്രകിരണം, ചന്ദ്രരശ്മി, നിലാവ്, വെണ്ണിലാവ്. ആകാശത്തിന്റെ പര്യായ പദങ്ങൾ അംബരം, അഭ്രം, ദ്യോവ്, വ്യോമം, വാനം, വിണ്ടലം, നഭസ്, ഗഗനം, ബീഡം. ആകാശത്തിന്റെ പര്യായ പദങ്ങൾ അംബരം, അഭ്രം, ദ്യോവ്, വ്യോമം, വാനം, വിണ്ടലം, നഭസ്, ഗഗനം, ബീഡം. സൂര്യന്റെ പര്യായ പദങ്ങൾ ആദിത്യൻ, ദിവാകരൻ, ദിനകരൻ, ദിനേശൻ, രവി, ഭാസ്കരൻ, ഭാനു, അരുണൻ, പ്രഭാകരൻ, അർക്കൻ, തരിണി, തപനൻ, മാർത്താണ്ഡൻ, ഞായർ, പതങ്കൻ, അംശുധരൻ, ഇനൻ. സൂര്യന്റെ പര്യായ പദങ്ങൾ ആദിത്യൻ, ദിവാകരൻ, ദിനകരൻ, ദിനേശൻ, രവി, ഭാസ്കരൻ, ഭാനു, അരുണൻ, പ്രഭാകരൻ, അർക്കൻ, തരിണി, തപനൻ, മാർത്താണ്ഡൻ, ഞായർ, പതങ്കൻ, അംശുധരൻ, ഇനൻ. തെറ്റായ പദം ഏത്? ഇവിടെ തെറ്റായിട്ടുള്ള പദം വൃശ്ചികം എന്നതാണ്. ഐച്ഛികം, അനാച്ഛാദനം, യാദൃശികം എന്നിവ ശരിയായ പദങ്ങളാണ്. ഐച്ഛികം, അനാച്ഛാദനം, യാദൃശികം എന്നിവ ശരിയായ പദങ്ങളാണ്. വൃശ്ചികം എന്നെങ്ങനെ എഴുതാം? വൃശ്ചികം എന്നതാണ് ശരിയായത്. വൃശ്ചികം എന്നതാണ് ശരിയായത്. നമുക്കൊരു 4 വേർഡ്സും കൂടെ പഠിച്ചു പോവാം. വയ്യാകരൻ, വയ്യാകരണൻ എന്നതാണ് ശരിയായത്. വയ്യാകരണൻ എന്നതാണ് ശരിയായത്. വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി എന്നതാണ് ശരിയായത്. ഉച്ഛ്വാസം, ഉച്ഛ്വാസം എന്നതാണ് ശരിയായത്. ഉച്ഛ്വാസം എന്നാണ് ശരിയായത്. കല്യാണം, കല്യാണം എന്നാണ് വരേണ്ടത്. കല്യാണം എന്നാണ് വരേണ്ടത്. നാഗം എന്നതിന്റെ വിപരീത പദം ഏത്? നാഗം എന്നതിന്റെ വിപരീത പദം നരകം. നാഗം, നാഗം എന്നതിന്റെ വിപരീത പദം നരകം. നാഗം എന്നതിന്റെ അർത്ഥം സ്വർഗം എന്നതാണ്. നാഗം, കാ വരുന്നത് സ്വർഗം, ഘ വരുന്നത് നാഗം പാമ്പ്. ഘ വന്നു കഴിഞ്ഞാൽ പാമ്പ്, കാ വന്നു കഴിഞ്ഞാൽ സ്വർഗം. സ്വർഗം എന്നതിന്റെ പര്യായ പദങ്ങളാണ് നാഗം, ത്രിദിവം, സുരലോകം, ദ്യോവ്, ദിവം, ത്രിവിഷ്ടഭം, വിണ്ടലം. സ്വർഗം എന്നതിന്റെ പര്യായ പദങ്ങളാണ് നാഗം, ത്രിദിവം, സുരലോകം, ദ്യോവ്, ദിവം, ത്രിവിഷ്ടഭം, വിണ്ടലം. പാമ്പ് എന്നതിന്റെ പര്യായ പദമാണ് നാഗം. നരകം എന്നതിന്റെ പര്യായ പദങ്ങളാണ് നാരകം, ദുർഗതി, തപനം, നിരയം, മഹാരൗരവം, രൗരവം, സംഘാതം, കാലാസൂത്രം. നരകം എന്നതിന്റെ പര്യായ പദങ്ങളാണ് നാരകം, ദുർഗതി, തപനം, നിരയം, മഹാരൗരവം, രൗരവം, സംഘാതം, കാലാസൂത്രം. നമുക്ക് കുറച്ച് വിപരീത പദങ്ങളും കൂടെ പഠിച്ചു പോകാം. പ്രകൃതി എന്നതിന്റെ വിപരീത പദമാണ് വികൃതി. ദുഷ്ടൻ, ശിഷ്ടൻ.
ഇഹം പരം, ഭൂരിപക്ഷം ന്യൂനപക്ഷം, പ്രകൃതി വികൃതി, ദുഷ്ടൻ ശിഷ്ടൻ, ഇഹം പരം, ഭൂരിപക്ഷം ന്യൂനപക്ഷം. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം ഏത്? ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം കൃതകൃത്യ. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം കൃതകൃത്യ. നമുക്ക് കുറച്ച് ഒറ്റപ്പദങ്ങൾ കൂടെ നോക്കി പോകാം. ഗാനം ചെയ്യാവുന്നത് ഗേയം, ഇഴഞ്ഞു പോകുന്നത് പന്നകം, സന്ദർഭത്തിനനുസരിച്ചുള്ള ബുദ്ധി പ്രത്യുൽപ്പന്നമതി, ക്രൂരനല്ലാത്തവൻ അക്രൂരൻ, നിയോഗിക്കപ്പെട്ടവൻ നിയുക്തൻ, നിയോഗിക്കുന്നവൻ നിയോക്താവ്. ഗാനം ചെയ്യാവുന്നത് ഗേയം, ഇഴഞ്ഞു പോകുന്നത് പന്നകം, സന്ദർഭത്തിനനുസരിച്ചുള്ള ബുദ്ധി പ്രത്യുൽപ്പന്നമതി, ക്രൂരനല്ലാത്തവൻ അക്രൂരൻ, നിയോഗിക്കപ്പെട്ടവൻ നിയുക്തൻ, നിയോഗിക്കുന്നവൻ നിയോക്താവ്. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായ വാക്യം ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം എന്നതാണ്. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. ഓരോരുത്തർക്കും പ്രത്യേകമായി ഓരോ പുസ്തകം, ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഓരോ പുസ്തകം, ഓരോരുത്തർക്കും പ്രത്യേകമായ പുസ്തകങ്ങൾ എന്നിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടെ നോക്കി പോകാം. എല്ലാ മാസം തോറും 100 രൂപ ഫീസ് അടയ്ക്കണം, മാസം തോറും 100 രൂപ ഫീസ് അടയ്ക്കണം. ഇവിടെ ശരിയായത് ഏതാണ്? മാസം തോറും 100 രൂപ ഫീസ് അടയ്ക്കണം. മാസം തോറും എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം എന്നതിന്റെ ആവശ്യമില്ല. ഏറ്റവും നല്ല പിതാവിന്റെ ചിത്രങ്ങൾ മകൻ പ്രദർശിപ്പിച്ചു. പിതാവിന്റെ ഏറ്റവും നല്ല ചിത്രങ്ങൾ മകൻ പ്രദർശിപ്പിച്ചു. ശരിയായത് പിതാവിന്റെ ഏറ്റവും നല്ല ചിത്രങ്ങൾ മകൻ പ്രദർശിപ്പിച്ചു. ഏറ്റവും നല്ല പിതാവിന്റെ എന്ന് പറയുമ്പം ഈ ഏറ്റവും നല്ല പിതാവിന്റെ വിശേഷണമായി പോയി. അതുകൊണ്ട് പിതാവിന്റെ ഏറ്റവും നല്ല ചിത്രങ്ങൾ മകൻ പ്രദർശിപ്പിച്ചു എന്ന് മതി. നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥം. നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥം ശബ്ദം. നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥം ശബ്ദം. ശബ്ദത്തിന്റെ പര്യായ പദങ്ങളാണ് നിനദം, നാദം, നിനാദം, ധ്വനി, ദ്വാനം, രവം, സ്വനം, ആരവം. ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് നിനദം, നാദം, നിനാദം, ധ്വനി, ദ്വാനം, രവം, സ്വനം, ആരവം. ശത്രു എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് രിപു, വൈരി, ദിക്ഷൻ. രിപു, വൈരി, ദിക്ഷൻ. ശപഥം എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് പ്രതിജ്ഞ, നിഷ്ഠ, നിയമം. പ്രതിജ്ഞ, നിഷ്ഠ, നിയമം. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏത്? എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. എരുതിയിൽ എണ്ണ ഒഴിക്കുക, ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ഒരു 4 ശൈലികളും കൂടെ നമുക്ക് പഠിച്ചു പോകാം. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. തനിക്ക് താനും പുരയ്ക്ക് തൂണും. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. തനിക്ക് താനും പുരയ്ക്ക് തൂണും. എ ലോങ് ടങ് ഈസ് എ സൈൻ ഓഫ് ഷോർട്ട് ഹാൻഡ്. എ ലോങ് ടങ് ഈസ് എ സൈൻ ഓഫ് ഷോർട്ട് ഹാൻഡ്. വായ ചക്കര കൈക്കൊക്കര. വായ ചക്കര കൈക്കൊക്കര. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ. എ ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ. പുത്തനച്ചി പുരപ്പുറം തൂക്കും. പുത്തനച്ചി പുരപ്പുറം തൂക്കും. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് പെങ്ങൾ, മക്കൾ, ആണുങ്ങൾ, അമ്മമാർ എന്നിവ ബഹുവചന രൂപങ്ങളാണ്. പെങ്ങൾ എന്നത് ഏകവചനമാണ്. സഹോദരി എന്നർത്ഥം വരുന്ന പദമാണ് പെങ്ങൾ. ജഗൻ മനസ്സ് പിരിച്ചെഴുതുക. ജഗൻ മനസ്സ് പിരിച്ചെഴുതുന്നത്
ജഗത്ത് പ്ലസ് മനസ്സ്, ജഗത്ത് പ്ലസ് മനസ്സ് ജഗൻ മനസ്സ്. ആന ഭ്രാന്ത്. എങ്ങനെയാണ് പിരിച്ചെഴുതുക? ആന പ്ലസ് ഭ്രാന്താണ് ആനഭ്രാന്ത്. ആന പ്ലസ് ഭ്രാന്താണ് ആനഭ്രാന്ത്. പെറ്റമ്മ, പെറ്റമ്മ എങ്ങനെ പിരിച്ചെഴുതുക? പെറ്റ പ്ലസ് അമ്മയാണ് പെറ്റമ്മ. ജഗൻ മനസ്സ്, ജഗത്ത് പ്ലസ് മനസ്സ്. ആനഭ്രാന്ത്, ആന പ്ലസ് ഭ്രാന്ത്. പെറ്റമ്മ, പെറ്റ പ്ലസ് അമ്മ. പെറ്റ പ്ലസ് അമ്മയാണ് പെറ്റമ്മ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ആശിച്ചു കാലം കഴിക്കുന്നവൻ. ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിക്കുന്നവൻ. ഒരു 5 ശൈലികളും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ പഠിച്ചു പോവാം. കോവിൽ കാള, തൊഴിലില്ലാതെ തിന്നുമുടിച്ച് നടക്കുന്നവൻ. കോവിൽ കാള, തൊഴിലില്ലാതെ തിന്നുമുടിച്ച് നടക്കുന്നവൻ. ഭസ്മത്തിൽ നെയ്യൊഴിക്കുക, നിഷ്ഫലമായ പ്രവൃത്തി. ഭസ്മത്തിൽ നെയ്യൊഴിക്കുക, നിഷ്ഫലമായ പ്രവൃത്തി. ഇലവ് കാത്ത കിളി, നിഷ്ഫലമായ കാത്തിരിക്കുന്നവൻ. ഇലവ് കാത്ത കിളി, നിഷ്ഫലമായി കാത്തിരിക്കുന്നവൻ. ഗോപി തൊടുക, ലക്ഷ്യം പിഴയ്ക്കുക. ഗോപി തൊടുക, ലക്ഷ്യം പിഴയ്ക്കുക. ചെല്ലക്കുതിര ഉപയോഗശൂന്യമായത്. ചെല്ലക്കുതിര ഉപയോഗശൂന്യമായത്. 2005 PSC ചോദിച്ച 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.